അപ്പോൾ ഞാൻ പറഞ്ഞു അന്നേ അച്ചായനൊന്നും പേടിക്കുക ഒന്നും ചോദിക്കില്ല, ഞാൻ അപ്പുറത്ത് പോലീസിനെ വിളിച്ചോളാം, അപ്പാപ്പിയുണ്ട്, അപ്പാപ്പിയോട് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. എനിക്കിത് കഴിഞ്ഞിട്ട് ഈ മാധ്യമങ്ങളുടെ അടിയിലൊക്കെ കമൻറ്റ് വരുന്ന അത് കണ്ടപ്പം ഭയങ്കര പേടിയാണ്. അയ്യോ, ഇങ്ങനെ നമ്മളെക്കുറിച്ച് മോശമായ രീതിയിലാണല്ലോ ആൾക്കാർ കാണുന്നതെന്നുള്ളൊരു പേടിയുണ്ട്. അപ്പം ഞാനും അയാളുമായിട്ട് എന്തെങ്കിലും ഇതുണ്ടോ എന്ന് പോലും ആൾക്കാർ സംശയിക്കുന്ന രീതിയിലാണ് കമൻറ്റുകളൊക്കെ വന്നത്. 30 ദിവസത്തിനൊരു നമുക്ക് നമ്മുടെ ആയുഷ്കാലം മുഴുവനുള്ള ഒരു പണി തന്നിട്ട് പോയി. നമസ്കാരം. തിരുവനന്തപുരം കഠിനംകുളത്ത് ആതിരയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ജോൺസനെ പിടികൂടുന്നത് കോട്ടയത്ത് വെച്ചാണ്. ഇവിടെ അയാൾ ഹോം നേഴ്സായി ഒരു വീട്ടിൽ, രാധാകൃഷ്ണൻ എന്നയാളുടെ വീട്ടിൽ ജോലി ചെയ്യുകയായിരുന്നു. കോട്ടയം കുറിച്ചിയിലാണ് അദ്ദേഹം ജോലി ചെയ്തു വന്നിരുന്നത്. ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ഏജൻസി വഴിയാണ് അദ്ദേഹം ഇവിടെ ജോലിക്കായി എത്തിയത്. 32 ദിവസത്തോളമാണ് ജോലി ചെയ്തത്. അതിനുശേഷം ഈ കൊലപാതകം നടത്തിയതിന് ശേഷം തൻ്റെ വസ്ത്രങ്ങൾ എടുക്കുന്നതിനായാണ് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം വന്നത്. രാധാകൃഷ്ണൻ മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. മകൾ തൊട്ടടുത്ത വീട്ടിലുമാണ്. ഏതായാലും ഇവരുടെ അവസരോചിതമായ ഒരു ഇടപെടലിലാണ് ഈ പ്രതിയെ പെട്ടെന്ന് തന്നെ പോലീസിന് പിടികൂടാൻ സാധിച്ചത്. ഒരു കൊലപാതകയാണ് വീട്ടിലേക്ക് വന്ന് നിൽക്കുന്നത്. അത് വലിയ ഭയമായിരുന്നു. പെട്ടെന്ന് അവസരോചിതമായി ഒരു സംശയവും തോന്നാത്ത രീതിയിൽ മകൾ പഞ്ചായത്ത് അംഗത്തിനെ വിളിച്ചു പറയുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഇത് അറിയുന്നത്? എന്നെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നെ നോക്കാൻ നിൽക്കുന്ന ആൾ വന്നു, പഞ്ചസാര ഉണ്ടെങ്കിൽ ഇച്ചിരി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും കൂടി ചോദിച്ചു, ഇവിടെ നിന്ന ആൾ തന്നെയാണോ വന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു അതെ, അയാൾ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അന്നേ അച്ചായനൊന്നും പേടിക്കുക ഒന്നും ചോദിക്കില്ല, ഞാൻ അപ്പുറത്ത് പോലീസിനെ വിളിച്ചോളാം, അപ്പാപ്പിയുണ്ട്, അപ്പാപ്പിയോട് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അപ്പാപ്പിയുടെ അരികെ ചെന്ന് ഓടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അവരാരും ന്യൂസ് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കാണുന്നത് തന്നെ അനിയത്തി ഇങ്ങനെ ഫേസ്ബുക്കിൽ ഈ ന്യൂസ് വന്ന് പുള്ളിയുടെ ഫോട്ടോ തിരിച്ചറിഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ അവൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ ഇയാളാണെന്ന് തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എന്നാ ചെയ്യണമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല, അച്ഛൻ തനിച്ചുമാണ്, പിന്നെ നാളെ ഒരിക്കൽ നമുക്ക് തന്നെയാണ് ബാധ്യതയാകുകയും ചെയ്യുന്നത്. ഇങ്ങനെ ഈ പുള്ളി ഇവിടെയാണല്ലോ നിന്നെ അന്വേഷണം വരും. അതെ അതെ, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് വരും എന്നുള്ള ഇത് പ്രതീക്ഷിച്ചില്ല. എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞത്? ഡ്രസ്സ് എടുക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു. അച്ഛനോട് പറഞ്ഞു ഞാൻ വരാഞ്ഞത് പെങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ്. എന്നോട് പറഞ്ഞു ഞാൻ വരാഞ്ഞത് ജോലിയൊക്കെ കാര്യത്തിൽ നടക്കുമായിരുന്നു, അതുകൊണ്ടാ വരാഞ്ഞെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇയാൾ വന്നത്? ഓട്ടോയിലോ? നടന്നാ വന്നത്. ബസ്സിന് ഇറങ്ങി മേളിൽ ഇറങ്ങിയിട്ട്. ഇയാളുടെ പെരുമാറ്റത്തിലൊക്കെ നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇന്നലെ വന്നിട്ടും നമുക്ക് ഒരാളെ കൊന്ന് അങ്ങനെയൊന്നും തോന്നുന്നു പോലും ഇല്ല. നാച്ചുറലായിട്ട് തന്നെ സംസാരിച്ചു. പക്ഷെ നമുക്ക് പേടിയുള്ളതുകൊണ്ട് നമ്മുടെ മുഖഭാവത്തിൽ നിന്ന് പുള്ളിക്ക് മനസ്സിലായോന്ന് അറിയത്തില്ല. ശരിക്കും നിങ്ങൾ ഭയന്നു? ഇയാള് നേരിട്ട് കണ്ടിരുന്നോ അപ്പോൾ ആ സമയത്ത്? ഞാൻ കണ്ടു. എന്നോട് വന്ന് വർത്താനം പറഞ്ഞിട്ടാ പോന്നെ. ഭയം ഉണ്ടായിരുന്നു? ഭയം ഉണ്ടായിരുന്നു. ശരി. ഏതായാലും ഒരു പ്രതിയെ നിങ്ങൾ പെട്ടെന്ന് അവസരോചിതമായ ഇടപെടലാണ് പിടികൂടിയത്. മെമ്പറോട് വിളിച്ച് പറയാറുണ്ട്. അതെ, മെമ്പർ അവിടെയുണ്ട്, വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഓടിച്ചെന്ന് പറഞ്ഞു. അപ്പം പോയി ചിങ്ങവനം പോലീസിനെ വിളിച്ചു. പുള്ളി പേടിയില്ലായിരുന്നു വിളിച്ചൊക്കെ പറയാൻ വേണ്ടി? പിന്നീട് എനിക്കിത് കഴിഞ്ഞിട്ട് ഈ മാധ്യമങ്ങളുടെ അടിയിലൊക്കെ കമൻറ്റ് വരുന്ന അത് കണ്ടപ്പം ഭയങ്കര പേടിയാണ്. അയ്യോ, ഇങ്ങനെ നമ്മളെക്കുറിച്ച് മോശമായ രീതിയിലാണല്ലോ ആൾക്കാർ കാണുന്നതെന്നുള്ളൊരു പേടിയുണ്ട്. അതെന്താണ് അങ്ങനെ പറയുന്നത്? മോശമായ കമൻറ്റുകൾ അവരിടുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ഒരു പെണ്ണിനെ കൊന്നു, നാളെ നമുക്ക് സംഭവിക്കാം. നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നാളെ അത് എന്നെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ വീട്ടിലല്ലേ താമസിച്ചേ, ആർക്കും അറിയത്തില്ല, അച്ഛൻ തന്നെ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അപ്പം ഞാനും അയാളുമായിട്ട് എന്തെങ്കിലും ഇതുണ്ടോ എന്ന് പോലും ആൾക്കാർ സംശയിക്കുന്ന രീതിയിലാണ് കമൻറ്റുകളൊക്കെ വന്നത്. അത് ശരി. അത് വിഷമപ്പെടുത്തിയല്ലേ? ഇല്ല, എനിക്കങ്ങനെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നു കൂടുതലും പുള്ളിയുടെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നതൊക്കെ. അപ്പോൾ അത് കാരണം എനിക്കങ്ങനെ
പുള്ളി ശരി, കുഴപ്പം മനസ്സിലായി. നിങ്ങൾ ചെയ്തത് നല്ലൊരു കാര്യം തന്നെ. കാരണം ഈ ഒരു പ്രതി ഇവിടെ വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ അത് കൃത്യമായ രീതിയിൽ പഞ്ചായത്ത് മെമ്പറെ അറിയിക്കുന്നു, പിന്നെ പോലീസിനെ വെച്ച് പിടികൂടുന്നു. അത് ചെയ്തത് നല്ല കാര്യമാണ്. അതിൽ കമൻറ്റ് ഇടുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് സോഷ്യൽ മീഡിയയിൽ അറിയാമല്ലോ, അങ്ങനെയുള്ള ആളുകളൊക്കെ വെറുതെ ഒരു ഇതില്ലാതെ കമൻറ്റ് ചെയ്യുന്നതാണ്. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് അയ്യോ ഇങ്ങനെയാണല്ലോ നമ്മളെക്കുറിച്ച് ആൾക്കാർ കാണുന്നതെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കായിരുന്നു. അതെ, ഞാൻ ആദ്യമേ ഓർത്തത് മിണ്ടണ്ട, ആരും അറിയണ്ട. ഈ പുള്ളി ഇവിടെ നിന്ന് തിരിച്ചു പോയപ്പോഴും ആണെങ്കിൽ എനിക്ക് ആരോടും പറയാതിരിക്കായിരുന്നു. പക്ഷേ എനിക്കൊരു പേടി, പുള്ളി ഇവിടെ സ്ഥിരതാമസം ആക്കുവോ, അല്ലെങ്കിൽ നമ്മളിപ്പം വാർത്ത അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒബിയസ്ലി നമ്മൾ അറിയത്തില്ല. ശരിക്കും നിങ്ങളോട് ഇയാളെ പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും അന്വേഷിക്കാതെയാണ് ഈ ഏജൻസിക്കാർ? ഇല്ല, ഏജൻസിക്കാരോട് ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ ഇങ്ങനെ വീണൊടിഞ്ഞ് കമ്പി ഇട്ടേക്ക്. അപ്പം ഫുള്ളി ബെഡേഡായിരുന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛനെ ഉപദ്രവിക്കുന്ന ഒരാൾ വേണ്ട. അപ്പം അടുത്തൊരു വീട്ടിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട്, ഇങ്ങനെ നോക്കാൻ നിന്ന ആൾ ഉപദ്രവിച്ചായിട്ട്. ഫിസിയോതെറാപ്പി അച്ഛൻ തന്നെ ചെയ്യുന്നു. അല്ല, ആദ്യം വന്ന് പറഞ്ഞു ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്, ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കൂടുതലും അങ്ങനെയൊന്നും ചെയ്തില്ല, അച്ഛൻ തന്നെ ചെയ്യുമായിരുന്നു, എക്സസൈസൊക്കെ ആണെങ്കിലും. അങ്ങനെ അവർ പറഞ്ഞു അല്ല ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്, നല്ല ആളാണ്, ഞങ്ങൾക്ക് 1.5 വർഷമായിട്ട് അറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ. അതെ, 30 ദിവസം. 30 ദിവസത്തിനൊരു നമുക്ക് നമ്മുടെ ആയുഷ്കാലം മുഴുവനുള്ള ഒരു പണി തന്നിട്ട് പോയി. ഏതായാലും ഒരു പ്രതിയോട് വന്ന് നിങ്ങൾക്ക് ഭയമില്ലായിരുന്നോ? നല്ല ഭയം ഉണ്ടായിരുന്നു. എന്നോട് വന്ന് പൈസ ചോദിച്ചു, 1000 രൂപ തരാമോ? ഞാൻ പറഞ്ഞില്ല, എൻ്റെ കയ്യിൽ 1000 ഇല്ല. അപ്പം അന്ന് 500 തരാമോ? ഞാൻ പറഞ്ഞില്ല, എൻ്റെ 500 ഇല്ല, വേണേൽ 200 രൂപ തരാം. പെട്ടെന്ന് ഇന്നലെ വന്നപ്പം ചോദിച്ചു. അപ്പോൾ എനിക്കെങ്ങനെയല്ലേ ഈ പുള്ളിയെ ഒന്ന് ഒഴിവാക്കണം ഉള്ള ഇതേ ഉള്ളൂ. പക്ഷെ നമ്മൾ വിശന്നാ വന്നേ. പൈസ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ കൊടുത്തു ഞാൻ. ഇല്ല, എന്നാ പറഞ്ഞത്, അപ്പോൾ ഓൾറെഡി നമ്മൾ പൈസ കൊടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അയാളിങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഇല്ലെന്ന് തീർത്ത് പറഞ്ഞാലും അയാൾ വിശ്വസിക്കത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പോലീസ് വിളിച്ചിട്ടുണ്ടെന്നുള്ളൊരു തോന്നൽ പുള്ളിക്ക് വന്നെന്ന് തോന്നുന്നു. രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയോ അയാൾ? ഇല്ല, രക്ഷപ്പെടാൻ അങ്ങനെ ശ്രമം നടത്തില്ല. പിടിക്കപ്പെടുമെന്ന് അറിയാമെന്ന് തോന്നുന്നു. ഏതാണ്ട് 30 ദിവസത്തോളമാണ് കൊല്ലം സ്വദേശിയായ പ്രതിയായ ജോൺസൺ ഈ കുറിച്ചിയിലെ വീട്ടിൽ ജോലി ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഈ വീട്ടിലേക്ക് വസ്ത്രങ്ങളൊക്കെ എടുക്കുന്നതിന് വരികയായിരുന്നു. ഭക്ഷണം ആവശ്യപ്പെട്ടു, കപ്പ ബിരിയാണി ഇവർ കഴിച്ചോളാൻ പറയുകയും ചെയ്തു. സ്വന്തം വീട് പോലെയാണ് ഇയാൾ ഇവിടെ കഴിഞ്ഞിരുന്നതെന്നും പറയുന്നു. അച്ഛൻ മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. ഏതായാലും ഇയാളിവിടെ വന്നപ്പോൾ തന്നെ ഇയാളെ രക്ഷപ്പെടുവാൻ അനുവദിക്കാതെ അയാളെ പിടികൂടുന്നതിനുള്ള ഒരു അവസരം ഒരുക്കുകയായിരുന്നു. പഞ്ചായത്ത് അംഗത്തിനെ വിളിച്ച് മകൾ രമ്യ അറിയിക്കുന്നു. അതിനുശേഷമാണ് പോലീസ് ഉടൻ തന്നെ ചിങ്ങമനം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം ഉടൻ തന്നെ എത്തി ഇയാളെ പിടികൂടുകയും ചെയ്യുകയാണ്. അതിനിടയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന പ്രതികരണത്തിനോട് രമ്യ പ്രതികരിക്കുകയും ചെയ്തു. മോശമായ രീതിയിലുള്ള കമൻറ്റുകൾ തനിക്കെതിരെയും വരുന്നുണ്ട്. താൻ അയാളെ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി സഹായിക്കുകയാണ്, അയാളെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയല്ല സഹായം ചെയ്തതെന്നാണ് രമ്യ പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള മോശമായ കമൻറ്റുകൾ ഇടുന്നവരോട് നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുക, ഇത്തരത്തിൽ ധീരമായ പ്രവൃത്തികൾ ചെയ്ത ആളുകളെ അപമാനിക്കാതെ ഇരിക്കുകയെങ്കിലും ചെയ്യുക എന്നുള്ളൊരു അപേക്ഷയുമായാണ് രമ്യ ഇപ്പോൾ നമുക്ക് മുന്നിൽ എത്തുന്നത്. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.